നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നത് സ്കോട്ട്ലൻഡിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു മാന്ത്രിക ലോകത്തിലേക്കാണ്. എയ്ലൻ ഡോണൻ കാസിൽ. ഈ ചിത്രങ്ങളിൽ നിങ്ങൾ കാണുന്നത് വെറുമൊരു കോട്ടയല്ല, മറിച്ച് നൂറ്റാണ്ടുകളുടെ ചരിത്രവും ഐതിഹ്യങ്ങളും ഉറങ്ങുന്ന ഒരു സ്മാരകമാണ്. തലയുയർത്തി നിൽക്കുന്ന ഈ കോട്ടയുടെ ഗാംഭീര്യം എത്ര വലുതാണ്! തവിട്ടു നിറത്തിലുള്ള കല്ലുകൾ പാകി നിർമ്മിച്ച ഈ കോട്ട മേഘാവൃതമായ ആകാശത്തിനു കീഴെ ഒരു കാവൽക്കാരനെ പോലെ നിൽക്കുന്നു. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും കുറ്റിക്കാടുകളും ഇതിനൊരു മനോഹരമായ പശ്ചാത്തലം നൽകുന്നു. ഈ കോട്ടയുടെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ആദ്യമായി 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കോട്ട പലതവണ നശിപ്പിക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മക്രാറൈ കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ഇത്. ഇവിടെ നിങ്ങൾ കാണുന്നത് കോട്ടയിലേക്ക് നീളുന്ന മനോഹരമായ ഒരു പാലമാണ്. ഈ പാലം കോട്ടയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. കോട്ട സ്ഥിതി ചെയ്യുന്ന ദ്വീപിനെ കരയുമായി ബന്ധിപ്പിക്കുന്നത് ഈ പാലമാണ്. പാലത്തിനടിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാം. അതിൽ തവിട്ടു നിറത്തിലുള്ള കടൽച്ചെടികൾ, പാറക്കെട്ടുകളിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന ഈ കടൽച്ചെടികൾ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. ഇവിടെ നിങ്ങൾ കാണുന്നത് കോട്ടയോട് ചേർന്നുള്ള വിശാലമായ പരിസരമാണ്. ഈ ചിത്രങ്ങളിൽ കൂടുതലും കാണുന്നത് കടൽ തീരത്തെ പാറക്കെട്ടുകളാണ്. അവയിലും തവിട്ടു നിറത്തിലുള്ള കടൽച്ചെടികൾ വ്യാപകമായി കാണപ്പെടുന്നു. ഇത് സ്കോട്ട്ലൻഡിലെ തീരപ്രദേശങ്ങളുടെ ഒരു സാധാരണ കാഴ്ചയാണ്. ദൂരെയായി കുന്നുകളും മലകളും കാണാം. അവയ്ക്കു മുകളിൽ മേഘങ്ങൾ തങ്ങി നിൽക്കുന്നു. ഇത് ഇവിടുത്തെ കാലാവസ്ഥയുടെ ഒരു സൂചനയാണ്. ചിലപ്പോൾ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരിക്കുമെങ്കിലും ഈ കാഴ്ചകൾക്ക് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ഈ പ്രകൃതി ദൃശ്യങ്ങൾക്കിടയിൽ ചെറിയ വെളുത്ത വീടുകൾ കാണാം. ഇത് ഇവിടുത്തെ ഗ്രാമീണ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്നു. എയ്ലൻ ഡോണൻ കാസിൽ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. സ്കോട്ട്ലൻഡിന്റെ ചരിത്രവും പ്രകൃതി സൗന്ദര്യവും ഒരുപോലെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച സ്ഥലമാണ്. നിരവധി സിനിമകളിലും ടെലിവിഷൻ ഷോകളിലും ഈ കോട്ട പശ്ചാത്തലമായി വന്നിട്ടുണ്ട്. ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ഇവിടം സന്ദർശിക്കാറുണ്ട്. ഈ കോട്ടയുടെയും പരിസരത്തിന്റെയും ഭംഗി നിങ്ങൾ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അടുത്ത തവണ മറ്റൊരു മനോഹരമായ സ്ഥലവുമായി വീണ്ടും കാണാം.